ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. എല്ലാ ആഴ്ചകളിലും ചെയ്യുന്നത് പോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ OTT റിലീസുകളാണ്. കഴിഞ്ഞ ആഴ്ചയിലെ കംപ്ലീറ്റ് ലിസ്റ്റാണ്, OTT റിലീസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ലിസ്റ്റാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഒക്ടോബർ മാസം 6-ാം തീയതി മുതൽ 12-ാം തീയതി വരെ OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും 25ഓളം റിലീസുകളാണ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നൊരു ഇംഗ്ലീഷ് മൂവിയാണ് കോഞ്ചൂറിംഗ് ദ ലാസ്റ്റ് റൈറ്റ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ് ക്രീം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനി ബസാർ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാള സിനിമയാണ്. നേരത്തെ സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം റിലീസ് ചെയ്യായിരുന്നു മലയാളം, തമിഴ് ഭാഷകളിലൊക്കെ ആയിട്ട്. ഇപ്പോൾ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലും മനോരമ മാക്സിലും റിലീസ് ചെയ്തിട്ടുണ്ട്. സാഹസം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഓക്കെ, അടുത്തത് ഒരു കോൺട്രോൾ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് ലീഗലി വീർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി, തെലുങ്ക് ഭാഷകളായിട്ട് ലയൺസ്ഗേറ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഷോർട്ട് മൂവിയാണ് പ്രൊപ്പോസൽ വെഡ്ഡിംഗ് ഡെവോഴ്സ് PWD എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ് മെയിൻ്റെനൻസ് റിക്വയർഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാള ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് മർഡർ ബാദ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് വാർ 2 എന്ന് പറയുന്ന സിനിമ. ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ സ്പൈ യൂണിവേഴ്സിൽ വരുന്ന ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഹൃതിക് റോഷനും NTR ഒക്കെയാണ് സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അടുത്ത അർജുൻ ദാസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ബോംബ് എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ ആഹാ, തമിഴ്, ആമസോൺ പ്രൈം എന്നീ OTT പ്ലാറ്റ്ഫോമിലൊക്കെ ആയിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആനിമേഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്, പിന്നെ ഹിന്ദി സീരീസാണ് കുരുക്ഷേത്ര എന്ന സീരീസ്. മഹാഭാരതം ബേസ് ചെയ്ത സീരീസാണ്, എടുത്തു തന്ന സീരീസാണ്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഇംഗ്ലീഷ് ഭാഷകളായി നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തും ലോകേഷ് കനകരാജും കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങി തിയേറ്ററിൽ പരാജയം നേരിട്ട സിനിമയായിരുന്നു കൂലി എന്ന് പറഞ്ഞ സിനിമ. നേരത്തെ ആമസോൺ പ്രൈമിൽ വന്നതാണ്, മറ്റു ഭാഷകളിലൊക്കെ വന്നതാണ്, ഇപ്പോൾ ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു തെലുങ്ക് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഒക്ക മനസ്സ് എന്ന് പറഞ്ഞ സിനിമ. ETVയിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. തെലുങ്ക് ഭാഷയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡയറക്റ്റ് OTT റിലീസായിരുന്നു തമിഴ് സിനിമയാണ് റാംബോ എന്ന് പറഞ്ഞ സിനിമ. അരുൾനിധി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സ്പോർട്സ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഡയറക്റ്റ് OTT റിലീസ് ചെയ്തത്. തമിഴ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു ആക്ഷൻ ഫാൻറ്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് മിറൈ എന്ന് പറഞ്ഞ സിനിമ. തെലുങ്ക് ഭാഷ കൂടാതെ, തെലുങ്ക് സിനിമയാണ്, തിയേറ്ററിൽ വിജയിച്ച സിനിമയാണ്. തെലുങ്ക് ഭാഷ കൂടാതെ മറ്റു ഭാഷകൾ, മലയാളം അടക്കമുള്ള ഭാഷകളിൽ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തമിഴ് ത്രില്ലർ വിടുവാൻ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. C5ലാണ് തമിഴ് ഭാഷയിൽ ഈ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. 7 എപ്പിസോഡുകളാണുള്ളത്. ഈ സീരീസ് കണ്ടിട്ടില്ല, കണ്ടിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തൊരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽ, ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ദ വുമൺ ഇൻ ക്യാബിൻ 10 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തമിഴ് ത്രില്ലർ മൂവിയാണ് ത്രിഭുവൻധാരി ബാർബറിക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക്, കന്നഡ, ഹിന്ദി, തമിഴ് ഭാഷകളായിട്ട് ആമസോൺ പ്രൈം, സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലൊക്കെ ആയിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ് സെർച്ച് ദ നൈന മർഡർ കേസ് എന്ന സീരീസ്. ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്, കാണാത്തവർക്ക് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ജാൻവി കപൂറും സിദ്ധാർത്ഥ് മൽഹോത്രയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് പരം സുന്ദരി എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിലാണ് രണ്ട് ഓപ്ഷനിൽ ഹിന്ദി ഭാഷയിൽ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഓർത്തലർ ഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ് ഗതി എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിൽ തെലുങ്ക് ഭാഷയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ് ഇൻ ടു ദ ഡീപ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ലയൺസ്ഗേറ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ് മാറ്റിനി എന്ന് പറഞ്ഞ സിനിമ. 2024 റിലീസ് ചെയ്ത സിനിമ സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ നേരത്തെ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ടെൻഡുകോട്ട OTT പ്ലാറ്റ്ഫോമിൽ തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്തു, തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്ത ഡ്രാമ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ് റിപ്പൻ സ്വാമി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് കന്നഡ ഭാഷയിൽ ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാള സിനിമയാണ് മലയാളം ത്രില്ലർ മൂവിയാണ് തെളിവ് സഹിതം എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിൽ 2 ഓപ്ഷനിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാളം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് IFFK പ്രദർശിപ്പിച്ച സിനിമയാണ് എ പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന് പറയുന്ന സിനിമ. വിഷ്ണു നികുഷൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ മനോരമ മാക്സിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്.
ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച, അതായത് ഒക്ടോബർ മാസം 6-ാം തീയതി മുതൽ 12-ാം തീയതി വരെ OTT റിലീസ് ചെയ്തതായിട്ടുള്ള 25ഓളം റിലീസുകളാണുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.